ആ ലിസ്റ്റിംഗ് താ സ്വാമി, എല്ലാവരും ഒന്ന് കേൾക്കട്ടെ. വീട്ടിലേക്കുള്ള അരിയും പലവ്യഞ്ജനവും വാങ്ങാനുള്ള ലിസ്റ്റ് ആണോ? അതെന്താണെന്ന് ഞാനിത് വായിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. ഓ, നിരഞ്ജനും അക്ഷരയും കൂടി കേൾക്കാൻ വേണ്ടിയാ വായിക്കുന്നത്. എന്ത് വിളംബരമാണെങ്കിലും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്താണ് സർ? നിരഞ്ജൻ അറിയാവുന്ന കുറച്ച് പേരുകളാണ് ഈ ലിസ്റ്റിലുള്ളത്. ഓ, പേരുകളോ? അതെ. ഡോക്ടർ അക്ബർ, ഡോക്ടർ സോമശേഖരൻ, ഡോക്ടർ എബ്രഹാം മാത്യു, ഡോക്ടർ മറിയം തോമസ്, ഇവരുടെയൊക്കെയാണ് മെയിൻ പേരുകൾ. അപ്പോ ഡോക്ടർമാരുടെ പേര് പറഞ്ഞുള്ള അന്താക്ഷരിയാണോ? അന്താക്ഷരിയല്ല, ജയശങ്കറിന്റെ പുതിയ ചുവടുവയ്പ്. ഓ, എന്റെ ഹോസ്പിറ്റലിൽ ചാർജ് എടുക്കുന്ന ഡോക്ടർമാരാണ് എല്ലാ ഹോസ്പിറ്റലുകളിലെയും ഏറ്റവും മിടുക്കന്മാർ. ഒരു നിരഞ്ജൻ മുഖം തിരിച്ചു എന്ന് വെച്ച് ഡോക്ടർ ജയശങ്കറിന് ഹോസ്പിറ്റൽ നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അത്ര വലിയ ഡോക്ടറൊന്നും അല്ലല്ലോ സർ. പിന്നെ അക്ഷരയുടെ സ്വപ്നത്തിനൊപ്പമാണ് ഇപ്പം ഞാൻ നടക്കുന്നത്. എൻ്റെ കയ്യിൽ പിടിച്ച് അക്ഷരയെ നടക്കുന്നു. അതുകൊണ്ട് തൽക്കാലം സാറിൻ്റെ ക്ലിനിക്കിൽ ചാർജ് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ചില തീരുമാനങ്ങൾ നല്ലതിനായിരിക്കും. നല്ലതിനാവട്ടെ. എന്തായാലും നിരഞ്ജന് വേണ്ടി ഒരു ക്യാബിൻ ഞാൻ അവിടെ ഒഴിച്ചിട്ടിട്ടുണ്ടാവും. ഏത് സമയത്തും വരാം. വരാമെന്നല്ല, വരേണ്ടി വരും. ഇവള് എൻ്റെ മകള് തന്നെ എന്നോട് അപേക്ഷിക്കും ഹോസ്പിറ്റലിൽ വന്നോട്ടെ എന്ന്. അതിലും ഭേദം മാറണോ? അത്തരം ഒരു അപമാനത്തിന് ഞാൻ വരത്തില്ല. എന്തിനാ ഈ കുറിപ്പടി കേൾക്കാൻ ഇവിടെ ഇരിക്കുന്നേ? ഇത് നമ്മളെ അപമാനിക്കാനായിട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് വരുന്നതാ. പത്രപരസ്യം ലിസ്റ്റ് ഉണ്ടോ? ഒന്ന് വരുന്നുണ്ടോ? ഓൾ ദി ബെസ്റ്റ് സാറിനും എൻ്റെ സുഹൃത്തുക്കളായ എല്ലാ ഡോക്ടർമാർക്കും. സാർ എന്തെങ്കിലും പറയുന്ന കേട്ട് നീ എന്തിനാ അക്ഷര ഇങ്ങനെ അസ്വസ്ഥയാവുന്നത്? ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളല്ലേ? അതെ, അറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും പറയുന്നത് നമ്മളെ തോൽപ്പിച്ചൊന്ന് കാണിക്കാനല്ലേ? അക്ഷര, ഒരാൾ സ്വന്തം മനസ്സിൽ തോൽക്കില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അയാളെ തോൽപ്പിക്കാൻ ലോകത്ത് ഒരാൾക്കും കഴിയില്ല. ചില വീഴ്ചകൾ ഉണ്ടായേക്കാം, പക്ഷേ അവിടെ നിന്നൊക്കെ എഴുന്നേറ്റ് വിജയിക്കുക തന്നെ ചെയ്യും. എന്ന് ഇനി എത്ര നാൾ അതിനു വേണ്ടി നമ്മൾ കാത്തിരിക്കണം? പതിയെ മതി. ആരെയും തോൽപ്പിക്കാനോ മറ്റുള്ളവരുടെ മുമ്പിൽ ആളാവാനോ അല്ല നമ്മൾ നോക്കേണ്ടത്. സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കാനാണ്. ഞാനും അതാ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ജന്മത്തെ എനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ല. എല്ലാവരും ചതിക്കുക, സ്നേഹിച്ചവരും വിശ്വസിച്ചവരും എല്ലാം. ഞാനും ആ കൂട്ടത്തിലാണെന്നാണോ നീ കരുതുന്നത്? നിങ്ങളെ ചതിച്ചത് ഞാനല്ലേ? എന്നിട്ടും എന്നെ എന്തിനെങ്ങനെ ചേർത്ത് പിടിക്കുന്നേ? വിട്ട് കളഞ്ഞൂടെ? നിങ്ങളുടെ ജീവിതമെങ്കിലും രക്ഷപ്പെടും. എന്റെ ഡാഡിയുടെ മുമ്പിൽ നിങ്ങളിങ്ങനെ തോറ്റു നിൽക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. അതാ കുട്ടിക്കാലം മുതൽ ഒരുപാട് അപമാനങ്ങൾ സഹിച്ചും അവഗണനകൾ അനുഭവിച്ചും വന്ന എനിക്ക് ഇതൊക്കെ മുൻപോട്ടുള്ള കുതിപ്പിന്റെ ഇന്ധനം മാത്രം. നീയും ഇത്
അങ്ങനെ കണ്ടാ മതി. ഏയ്, അക്ഷര അമ്മ എന്താ ഒന്നും പറയാത്തത്? ഒന്ന് പറയണ്ട പാർവതി. ശരത്തുമ്മൻ പറഞ്ഞത് ഒരു നല്ല കാര്യമല്ലേ? അല്ലമ്മേ, ഞാൻ ഈ പ്രായത്തിൽ ഇനി അയ്യോടാ, നിന്നെ കെട്ടിച്ചു വിടുന്ന കാര്യമൊന്നും അല്ലല്ലോ പറഞ്ഞത്. നിനക്ക് നല്ലൊരു ജോലി ശരത്തുമോന്റെ അമ്മ വാങ്ങിച്ചു തരുന്ന കാര്യമല്ലേ? ആ, കുടുംബം രക്ഷപ്പെടണമെന്ന് പ്രഭുമോൾ കൊണ്ട്. ആ തങ്ക മനസ്സ് നമ്മൾ കാണാതെ പോകരുത്. എന്റെ അമ്മേ, എയർപോർട്ടിനടുത്ത്, അതും ഒരു വലിയ ലോജിസ്റ്റിക് കമ്പനിയുടെ കാർഗോ മാനേജറായിട്ട് 5 അക്ക ശമ്പളമുണ്ട്. ആ, ശരത്തെ, എനിക്കതൊന്നും അറിയത്തില്ല. കമ്പ്യൂട്ടറൊക്കെ അറിയണ്ടായോ? ആ, അത് ശരിയാ. ഇവളെ പഴയ 6th ഗുസ്തിയുമാ. അമ്മ വെറുതെ കളിയാക്കണ്ട. ഞാൻ ഡിഗ്രി വരെ പോയതാ. വെറും 2 കൊല്ലം. അത് കഴിഞ്ഞപ്പോ മേലിൽ ആ വഴിക്ക് ചെന്നേക്കരുതെന്ന് കോളേജുകാര് പറഞ്ഞു. നിങ്ങൾ തമ്മിൽ കൊത്താതെ ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കേ. അമ്മ വീട്ടിൽ നിന്ന് വെറുതെ മുരടിക്കേണ്ട കാര്യമില്ലല്ലോ. അതെ, എനിക്ക് പറ്റുന്ന ജോലി വല്ലതും ഉണ്ടെങ്കിൽ പറയ ശരത്തുമനെ, ഞാനും പോവാം. അല്ല, ഈ 5 അക്ക ശമ്പളം എന്ന് പറയുമ്പോ എത്ര വരും? 900 രൂപയായിട്ട് വരും. അല്ല, 900. എന്നാ അമ്മേ ഒരു 5 അക്കത്തിന്റെ കണക്ക്? ഇല്ല, ഒന്നുമില്ല. ആ, അങ്ങനെ ഒന്നുമില്ലാതെ വരത്തില്ലല്ലോ. ക്യാബിനറ്റ് കൂടിയപ്പോഴേ എനിക്കറിയാം എന്തെങ്കിലും കാര്യം കാണുമെന്ന്. എന്നാ അമ്മേ, ഇവിടുത്തെ നേതൃത്വ മാറ്റമാണോ വിഷയം? അതൊന്നും അല്ല. പിന്നെ നമ്മുടെ പാർവതിക്കൊരു ജോലി. ആഹാ, നല്ല സിനിമാ പേര് പോലെ ഉണ്ടല്ലോ. പാർവതിക്കൊരു ജോലി. ആരാണ് തൊഴിൽ വകുപ്പ് മന്ത്രി? ശരത്തുമോന്റെ അമ്മയുടെ ഓക്കേറ.